ഹലോ, ചാപ്റ്റർ 8 ഓണം കെ രംഗ്. ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. ഇത് അതിന്റെ എക്സസൈസ് ആണ്. എക്സസൈസ് മുഴുവനായിട്ട് നമ്മൾ ചെയ്യുന്നില്ല, അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ബാത്ചീത് കെ ലിയേ, ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഇവിടെ പല ക്വസ്റ്റ്യന്റെയും ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ട ആൻസേഴ്സ് ആണ്. പിന്നെ ഇതിന്റെയൊക്കെ ആൻസർ നിങ്ങളുടെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ നോട്ടിൽ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ആൻസർ ഡിഫറെന്റ് ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവണ്ട. ടീച്ചർ നോട്ടിൽ എഴുതി തന്നിരിക്കുന്ന ആൻസേഴ്സ് മാത്രം എക്സാമിന് വേണ്ടി പഠിക്കാം. അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ओणम का त्योहार कब मनाया जाता है? ओणम का त्योहार श्रावण महीने के श्रावण नक्षत्र के दिन मनाया जाता है. ओणम का त्योहार किस पौराणिक कथा पर आधारित है? यह त्योहार राजा महाबली और भगवान विष्णु के वामन अवतार की कथा पर आधारित है. आप कौन कौन से त्योहार मनाता है? നിങ്ങൾ ഓരോരുത്തരും ഏതൊക്കെ ഫെസ്റ്റിവൽസ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓരോരുത്തരും അവരവരുടെ സെപ്പറേറ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന त्योहारൊക്കെ ഇവിടെ ആൻസർ ആയിട്ട് എഴുതാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. मैं ओणम, दिवाली, विशु और क्रिसमस जैसे त्योहार मनाता हूँ. नेक्स्ट क्वेश्चन, आपको कौन सा त्योहार सबसे अधिक अच्छा लगता है और क्यों? ഇത് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം നിങ്ങൾക്ക് ഏത് ഫെസ്റ്റിവൽ ആണ് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് എഴുതണം കേട്ടോ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. मुझे क्रिसमस सबसे अधिक अच्छा लगता है क्योंकि उस दिन हमें स्वादिष्ट केक मिलता है और हम सांता के साथ करोल गाते और खेलते हैं. त्योहार वाले दिन आप क्या क्या करते हैं? നിങ്ങൾ ഓരോരുത്തരും ഓരോ ആഘോഷത്തിന്റെയും അന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറ്? അധികം പേരും അന്ന് നന്നായി കുളിച്ച് റെഡിയായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യും അല്ലെ? എങ്ങനെ എഴുതാം? त्योहार वाले दिन घर सजाता हूँ, വീടൊക്കെ വൃത്തിയാക്കി അലങ്കരിക്കും. परिवार के साथ पूजा करता हूँ, ചില സെലിബ്രേഷൻസിലൊക്കെ പൂജയൊക്കെ ചെയ്യും. मिठाइयां बांटता हूँ, स्वीट्स डिस्ट्रीब्यूट ചെയ്യും. और दोस्तों के साथ समय बिताता हूँ, ഫ്രണ്ട്സിന്റെ കൂടെ സമയം ചെലവഴിക്കുകയും ചെയ്യും. पहाड़ के भीतर, प्रश्नों के सटीक उत्तर के सामने सूरज का चित्र बनाइए. ഇവിടെ ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ ആയിട്ട് 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ഓപ്ഷന്റെ സ്ഥാനത്ത് സൂര്യന്റെ ചിഹ്നം വരയ്ക്കുക. बच्चों की किन गतिविधियों से पता चलता है कि ओणम का त्योहार आरंभ हो गया है? ചാപ്റ്ററിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? എപ്പോഴാണ് ഓണം സ്റ്റാർട്ട് ആയി എന്ന് മനസ്സിലാവുന്നത്? ബച്ചേ സുബഹ സുബഹ നഹാ ധോ ലേത്തെ ഹൈ. കുട്ടികൾ എല്ലാ ദിവസവും രാവിലെ കുളിക്കും അല്ലേ? അതുകൊണ്ട് അന്ന് ഓണമാണെന്ന് ഉറപ്പില്ല. ബച്ചേ ഉപജ് കി കട്ടായി മേ സഹായത കർത്തേ ഹൈ. ഫാർമേഴ്സിന് നെല്ലൊക്കെ കൊയ്യാൻ വേണ്ടി കുട്ടികൾ ഹെൽപ്പ് ചെയ്യുന്നതാണോ? അല്ല. ബച്ചേ ആംഗൻമേ പൂക്കളം വരാത്തേ ഹൈ. അതെ, പൂക്കളം ഇടുന്നതാണ് ഓണത്തിന്റെ സ്റ്റാർട്ടിംഗ് ആയി എന്ന് മനസ്സിലാവുന്നത്. ബച്ചേ സമുദ്ര തട് പർ ഘൂംനെ കെ ലിയെ ജാത്തേ ഹൈ. ബീച്ചിൽ കളിക്കാൻ പോകുന്ന ദിവസമാണോ ഓണം? അല്ല. സോ ദ ആൻസർ ഇസ് ബച്ചേ ആംഗൻമേ പൂക്കളം ബനാത്തേ ഹൈ. महाबली ने वामन से कौन सा वरदान मांगा? മഹാബലി വാമനനോട് എന്ത് വരദാനമാണ് ചോദിച്ചത്? ഓണം കെ त्योहार में भाग लेने का? അല്ല. തീൻ പഗ് ഭൂമി ദേനെ കാ? തീൻ പഗ് ഭൂമി ഇത് മഹാവിഷ്ണു അല്ലെങ്കിൽ വാമനനാണ് ചോദിച്ചത്. അപ്നി പ്രജാക്കോ സുഖി സമ്പന്ന ദേഖ്നെ കാ? അവരുടെ പ്രജകളെ റിച്ച് ആയിട്ട് കാണാനാണോ? അപ്നി പ്രജാസെ മിൽനെ കെ ലിയെ ധർത്തി പർ ആനെ കാ? അതെ, അവരുടെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയുള്ള വരമാണ് ചോദിച്ചത്. തിരുവോണം के दिन आंगन में बनाई गई कलाकृतियां महाबली के चले जाने के बाद ही हटा दी जाती है क्योंकि महाबली की पूजा केवल 3 दिन ही होती है. അല്ല, तीसरे दिन महाबली പാതാളലോക लुट जाते हैं. അതാണ് കറക്റ്റ്. മൂന്നാമത്തെ ദിവസമാണ് മഹാബലി പാതാള ലോകത്തേക്ക് തിരിച്ചു പോകുന്നത്.
उनका राज्य पाताल पृथ्वी और स्वर्ग तीनों जगह फैला हुआ था. ഇതല്ല ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. കലാകൃതിयों का സൗന്ദര്യ 3 दिन से अधिक नहीं रहता. ഈ ഓണപ്പൂക്കളം 3 ദിവസത്തിന് കൂടുതൽ വെച്ചാൽ ചീത്തയായി പോകുന്നത് കൊണ്ടാണോ? അല്ല. സ്തംഭ് ക സ്തംഭ് ഖ. ലെഫ്റ്റ് സൈഡില് കുറെ പേരുകൾ തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡില് അതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസുമായിട്ട് ആ പേരുകൾ മാച്ച് ചെയ്യണം. ഒന്ന് ഓൾറെഡി മാച്ച് ചെയ്തിട്ടുണ്ട്. പൂക്കളം. പൂക്കളം എന്ന് പറഞ്ഞാൽ फूल पत्तियों तथा तरह तरह के सूखे रंगों से भूमि पर बनाई गई रंगोली. इसे उल्पना आदि नामों से भी जाना जाता है. അതായത് പൂക്കളും ഇലകളും ഒക്കെ കൊണ്ട് നിലത്ത് ഇടുന്ന രംഗോലിക്കാണ് പൂക്കളം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ്രോണ പുഷ്പം. നമ്മൾ ഓൾറെഡി പറഞ്ഞു തുമ്പപ്പൂവാണ്. इसे गोफा गुमा जैसे नामों से भी जाना जाता है. यह औषधीय पुष्प, इधर औषधीय पुष्पमानों के मेडिसिनल प्लांट ആണ്. वर्षा ऋतु में फलता फूलता है. इसे पौधों की गांठों पर सफेद फूलों के गुच्छे होते हैं. ഇത് മഴക്കാലത്താണ് കൂടുതലായിട്ട് പൂക്കൾ വരുന്നത്. അടുത്തത് തലപ്പന്ത് കളി. इस खेल में नारियल के पत्तों से बनी गेंद जिसे स्थानीय भाषा में पंद कहा जाता है. ഈ തന്നിരിക്കുന്നതാണ് പന്ത്. ഓല കൊണ്ടാണ് ഈ ഒരു പന്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. एक दल के खिलाड़ियों द्वारा अपने सिर के ऊपर से फेंकी जाती है और दूसरे दल के खिलाड़ी उसे लपक कर पकड़ते हैं. രണ്ട് ടീമായിട്ട് എറിഞ്ഞ് കളിക്കും. ഒരാൾ എറിയും, മറ്റേയാളെ പിടിക്കും. അങ്ങനെയാണ് ഈ കളി കളിക്കുന്നത്. കിളിത്തട്ട് കളി. കിളിത്തട്ട് കളി എന്ന് പറഞ്ഞാൽ इस खेल में भूमि पर आयताकार आकृति बनाई जाती है जिसे लंबाई में पंक्ति खींचकर 5 भागों में विभाजित किया जाता है. നിലത്ത് റെക്ടാങ്കുലർ ഷേപ്പിൽ വലിയ കള്ളി വരച്ചിട്ട് അതിനെ 5 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യും. സബി ഖിലാഡിയോ में से एक खिलाड़ी के किली के भूमि दी जाती है. അങ്ങനെയാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത്. അടുത്തത് കൈകൊട്ടിക്കളി. കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവാതിരക്കളിയാണ്. यह തിരുവാതിരക്കളി नृत्य रूप का दूसरा नाम है. इस नृत्य में हाथ द्वारा ताली बजाकर ताल देने का विशेष महत्व है. यह नृत्य मुख्यतः महिलाओं द्वारा किया जाता है. इनी लास्ट वन त्रिविक्रम. तीनों लोगों को जीतने वाले, 3 ലോകവും ജയിക്കുന്ന ആള് വിഷ്ണു ഭഗവാനെയാണ് ത്രിവിക്രം എന്ന് പറയുന്നത്. निम्नलिखित प्रश्नों के उत्तर अपनी लेखन पुस्तिका में लिखिए. ओणम के भोज में कौन कौन से भोज्य पदार्थ बनाए जाते हैं? किसी एक भोज्य पदार्थ के बारे में विस्तार से लिखिए. ഓണസദ്യയിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏത് വിഭവമാണ്? അതിനെപ്പറ്റി എഴുതുക. ओणम के भोज में चावल, सब्जियां, खीर, पापड़ और कई प्रकार के स्वादिष्ट फल बनाए जाते हैं. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലേ? ആ ലൈനിൽ അതേപടി എഴുതിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫുഡിനെ പറ്റി എഴുതാം. നമുക്കിവിടെ ഖീർ അല്ലെങ്കിൽ പായസത്തിനെ പറ്റി എഴുതാം. इनमें से खीर पायसम एक प्रसिद्ध व्यंजन है. यह दूध, चावल और गुड़ या चीनी से बनाती है. इसे सूखे मेवों से सजाया जाता है और यह हर घर में ओणम के दिन विशेष रूप से बनाई जाती है. आपके राज्य में कौन से त्योहार विशेष रूप से बनाए जाते हैं? उन त्योहारों की कौन सी बातें ഓണം സെ മിൽത്തി ജുൽത്തി ഹെ. നിങ്ങളുടെ സ്ഥലത്ത് ഏറ്റവും വിശേഷമായിട്ട് ആഘോഷിക്കുന്ന ഒരു സെലിബ്രേഷൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മൾ ഓണം തന്നെയാണല്ലേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ മറ്റുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാർ അവരുടെ സ്റ്റേറ്റിൽ ഓണം പോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന മറ്റ് ആഘോഷങ്ങളെ പറ്റി എഴുതാം. നമുക്ക് മേരെ രാജ്യ കേരൾ में कई त्योहार बनाए जाते हैं पर मुझे ओणम सबसे अधिक प्रिय है. അപ്പൊ വേറെ സ്റ്റേറ്റിലും ഓണം പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള പല ആഘോഷങ്ങളും ഉണ്ട്. ओणम में गाए जाने वाले लोकगीत में महाबली के शासन की किन विशेषताओं का उल्लेख है?
മഹാബലി രാജ്യം ഭരിച്ചിരുന്ന സമയത്തുള്ള എന്തൊക്കെ കാര്യങ്ങളെ പറ്റിയാണ് ആ ഒരു ഫോക്ക് സോങ്ങിൽ ഉണ്ടായിരുന്നത്? നമ്മുടെ മാവേലി നാടു വാണിടും കാലം എന്ന പാട്ടിൽ ഉണ്ടായിരുന്നത്. ഈ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് തന്നെ ഹിന്ദിയിലുള്ള അർത്ഥമാണ്. അത് അങ്ങനെ തന്നെ എഴുതിയാലും മതി. लोकगीत में बताया गया है कि महाबली के शासन में सब लोग समान थे, किसी को दुख या दरिद्रता नहीं थी, झूठ छल कपट और अन्याय नहीं था, हर जगह प्रेम शांति और प्रसन्नता फैली हुई थी. ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. पाठ में आए किस उल्लेख के आधार पर कहा जा सकता है कि महाबली अपनी प्रजा से बहुत ही प्रेम करते थे? ചാപ്റ്ററിലുള്ള ഏത് ലൈൻ കൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് മഹാബലി തന്റെ പ്രജകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്ന്? ഏതാണത്? ये बात तब स्पष्ट होती है कि जब महाबली ने पाताल जाने के पहले, പാതാളത്തിലേക്ക് പോകാൻ മഹാവിഷ്ണു പറഞ്ഞപ്പോ അതിനു മുമ്പേ പറഞ്ഞു, ये वर मांग की उन्हें वर्ष में एक बार अपनी प्रजा से मिलने के लिए धरती पर आने की അനുമതി दी जाए. വർഷത്തിൽ ഒരിക്കലെങ്കിലും വന്ന് തന്റെ പ്രജകളെ കാണാൻ മഹാവിഷ്ണുവിനോട് അനുമതി ചോദിച്ചു. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹത്തിന് തന്റെ പ്രജകളെ എത്ര കൂടുതൽ ഇഷ്ടമാണെന്ന്. पाठ में आई किन बातों से पता चलता है कि प्रकृति भी ओणम के स्वागत की तैयारी कर रही है? ഈ പാഠത്തില് ഏത് ലൈൻ കൊണ്ടാണ് മനസ്സിലാവുന്നത് പ്രകൃതിയും ഓണത്തിന്റെ തയ്യാറെടുപ്പിലാണെന്ന്? കുറെ ലൈൻസ് എഴുതിയിട്ടുണ്ട്, അത് അതുപോലെ നോക്കി എഴുതാം. पाठ में बताया गया है कि वर्षा के बादल चाट जाते हैं, ठंडी हवा चलती है, फूल खिलते हैं, पक्षी चहकते हैं, तितलियां उड़ती है, हर और सुंदरता और ताजगी फैल जाती है. इन सब बातों से लगता है कि प्रकृति भी ओणम के स्वागत की तैयारी कर रही है. ഇത് ഇങ്ങനെ ഇല്ലെങ്കിലും ആ ചാപ്റ്ററിലെ ലൈൻസ് അതേപോലെ തന്നെ എഴുതിയാലും മതി. हमारे देश के नृत्य. आइए अपने देश के विभिन्न राज्यों के शास्त्रीय और लोक नृत्यों की पहचान करते हैं. നിങ്ങളുടെ ബുക്കിന്റെ അകത്ത് കുറെ ഡാൻസിന്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഭരതനാട്യം. ഭരതനാട്യം എവിടെയാണ്? തമിഴ്നാടു. നെക്സ്റ്റ് കഥക്. കഥക് ഉത്തർപ്രദേശ്. കഥകളി. കഥകളി കേരളത്തിലാണല്ലേ? കേരൾ. ഇനി മോഹിനിയാട്ടം. മോഹിനിയാട്ടോ കേരള. ഒഡീസി. ഒഡീസ. ലാവണി. ലാവണി മഹാരാഷ്ട്ര. കുച്ചിപ്പുടി. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. ബിഹു. ബിഹു ആസാം. ഭംഗ്ഡ. ഭംഗ്ഡ പഞ്ചാബിലാണ്. ഗർബ. ഗർബ ഗുജറാത്തിലാണ്. കാൽബേലിയ. കാൽബേലിയ രാജസ്ഥാൻ. ചഹു. ചഹു എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡ്, ഒഡീസ ഓർ പശ്ചിം ബംഗാൾ, ഇങ്ങനെ 3 സ്ഥലങ്ങളിലും മെയിൻ ആയിട്ട് ഈ ഒരു നൃത്തരൂപമുണ്ട്. देश हमारा एक रंग इसके अनेक. पाठ में आई उस पंक्तियों को चिन्हित करके लिखिए जिससे यह पता चलता है कि ओणम खेतों की उपज से जुड़ा त्योहार है. ഓണം വിളവെടുപ്പിനോട്, നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിളവെടുക്കുന്നതിനോട് അനുബന്ധിച്ചുള്ള ഒരു സെലിബ്രേഷൻ ആണ് ഓണം എന്നുള്ളത് ഈ ചാപ്റ്ററിലെ ഏത് ലൈൻ കാണുമ്പോഴാ തോന്നുക? किसान उपज काट चुके हैं और गलिहानों में धान भरे हैं. ഈ ലൈൻ കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു കൊയ്ത്തുത്സവമാണെന്ന്, അല്ലെ? कक्षा में 5 विद्यार्थियों का समूह बनाकर आपस में चर्चा कीजिए और पता लगाइए कि हमारे देश में खेतों की उपज के जुड़े और कौन कौन से त्योहार है. ऐसे त्योहारों की सूची भी तैयार कीजिए. നമ്മൾ പറഞ്ഞു ഓണം ഒരു വിളവെടുപ്പിനോടനുബന്ധിച്ചുള്ള ഉത്സവമാണ്. അത് കേരളത്തിലാണ് ആഘോഷിക്കുന്നത്. എന്നാൽ മറ്റ് സ്റ്റേറ്റ്സിലും ഇതുപോലെ വിളവെടുപ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള വേറെയും സെലിബ്രേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചെഴുതാം. കുറച്ചെണ്ണം നമുക്കിവിടെ നോക്കാം. ഓണം കേരള, പിന്നെ പൊങ്കൽ തമിഴ്നാടു, ബൈസാഖി പഞ്ചാബ്, ഫൂൽദേയി ഉത്തരാഖണ്ഡ്, പിന്നെ ഛഠ് പൂജ. ഛഠ് പൂജ ബീഹാർ, ഉത്തർപ്രദേശ് ഓർ ജാർഖണ്ഡ്. ബിഹു ആസാം. ഇങ്ങനെ ഈ സെലിബ്രേഷൻസ് ഒക്കെയാണ് വിളവെടുപ്പിനോട്
റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇനിയും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ എഴുതാം. उपज से जुड़े निम्नलिखित त्योहार भारत के किन किन राज्यों में मनाए जाते हैं? उनके नीचे दिए गए रंगों के द्वारा उन्हें മാൻചിത്ര में ദർശായിയേ. ഇവിടെ ഓരോ സെലിബ്രേഷൻസിനും ഓരോ കളർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഏത് സ്റ്റേറ്റിലാണ് ആഘോഷിക്കുന്നതെന്ന് ഈ ഒരു മാപ്പിൽ മാർക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്യില്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓണം എവിടെയാണ്? കേരളത്തിലാണ് അല്ലെ? അപ്പൊ ഓണം കേരൾ. പിന്നെ ലോഹട്ടി അല്ലെങ്കിൽ ലോഹറി എന്നൊക്കെ പറയും, അത് പഞ്ചാബിലാണ്. പിന്നെയോ പൊങ്കൽ തമിഴ്നാട്ടിലാണ്. പിന്നെ സാൻകേൻ ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിലാണ്. അതുപോലെ ബിഹു ആസാമിലാണ്. പിന്നെ ഛഠ് പൂജ നമ്മൾ നേരത്തെ പറഞ്ഞു 3 സ്റ്റേറ്റിൽ ആഘോഷിക്കാറുണ്ട്, ബീഹാർ, ഉത്തർപ്രദേശ് ഓർ ജാർഖണ്ഡ്. പിന്നെ അവസാനമായി ഫൂൽദേയി ഉത്തരാഖണ്ഡിലാണ് ആഘോഷിക്കുന്നത്. അപ്പൊ ഇനിയും ഈ എക്സസൈസിൽ കുറെ കാര്യങ്ങൾ നമ്മൾ വിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ സ്വന്തമായി ചെയ്യുക. ഓരോന്നും പല ക്വസ്റ്റ്യനും നിങ്ങളുടേതായ ഉത്തരങ്ങൾ എഴുതേണ്ടതാണ്. ഈ ചാപ്റ്റർ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.